ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ശരിക്കും ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം ഈ ഒരു സമയം ചെയ്തു തീർക്കണം എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, അതിന് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷേ മറ്റുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. കാരണം അവരുടെ യഥാർത്ഥ ഉദ്ദേശം ശരിക്കും മനസ്സിലാക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാ അഭിപ്രായങ്ങളും സ്വീകരിക്കണമെന്നില്ല. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ കണ്ണിങ് ആയിരിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കാണെന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിലും ഈ ഒരു സമയം നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും എന്ന് കാണുന്നുണ്ട്. വളരെ സ്പീഡായിരിക്കും ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത്. അത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനും ചില ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സ്പീഡിലായിരിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് കയറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. വളരെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരാം. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്ന് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ വീൽ ഓഫ് ഫോർച്യൂണാണ്. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എൻഡായി പുതിയ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ലക്കാണ്, അതായത് ഭാഗ്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ സംതൃപ്തി ഉണ്ടായിരിക്കും. പിന്നെ ഒരു ട്രാവൽ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ ഇത് നാട്ടിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ വാഹനമൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാനുമൊക്കെയുള്ള ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തേണ്ടിയിടത്ത് എത്തും. നിങ്ങൾ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ പോലും ആ ഒരു കാര്യം കൃത്യമായിട്ടും പാലിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്.
ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന കാര്യമായാലും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു ജോലി ചെയ്യുന്ന കാര്യമായാലും, ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം എന്ത് ഉദ്ദേശ്യമാണെങ്കിലും അത് കൃത്യമായിട്ടും നടക്കുമെന്നുള്ളതാണ്. അതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് പോകാനുള്ളൊരു എനർജി ഈ ഒരു സമയം ഉണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. വളരെ ആക്റ്റീവായിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളുണ്ടാവാം. അത്തരം ആളുകളുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടാവാം. എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണെന്നൊരു തോന്നൽ വേണം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഹീലിംഗ് പവർ, അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്ത് വിഷമിപ്പിക്കുന്നത് നിങ്ങൾ പതിയെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ല എന്ന് കരുതിയ ഒരു പ്രണയം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് മാത്രമേ ചിലപ്പോൾ ഉണ്ടായിരിക്കുള്ളൂ, അതിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്കൊരു പ്രാധാന്യം തരാതെ ഇരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ നന്മയും ഒക്കെ അവർ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപക്ഷെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ നന്മയും ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം വളരെ വലിയൊരു വിജയം നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ പൊരുതി നേടിയ ഒരു വിജയം തന്നെ ആയിരിക്കും അത്. മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാനും ഒക്കെ സാധിക്കുന്ന പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ പൊരുതി മുന്നേറി ഒരു സക്സസ്സിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് അവേക്കണിംഗ് ആണ്.
ഇതൊരു ഹാങ്ഡ്മാൻ്റെ എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് മുന്നേ നിങ്ങൾ സ്റ്റക്കായി പോയിരുന്ന ഒരു സിറ്റുവേഷനിൽ ആയിരുന്നിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല പുതിയ തിരിച്ചറിവ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളതിലും വിഭിന്നമായിട്ട് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണുന്നു എന്നാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ പ്രശ്നം വന്ന സമയത്ത് നിങ്ങളവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തെ എപ്പോഴും അയ്യോ അതങ്ങനെ സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അന്ന് എനിക്ക് ഒരുപാട് നഷ്ടം വന്നല്ലോ എന്നൊക്കെ പറയേണ്ടതിന് പകരം ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൽ നിന്നും എന്ത് പാഠമാണ് കിട്ടിയത്, ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനെ നിങ്ങളൊരു ഗിഫ്റ്റായിട്ട് ഈ ഒരു സമയം കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ യുണീക്കാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് മാറുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടും ഒക്കെ നോക്കിക്കാണുന്ന ഒരു സമയമാണ്. റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആൾക്കാർ നിങ്ങളിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ പുറത്ത് കാണിക്കാതിരുന്നിട്ടുണ്ടാവാം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ അടച്ചു വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ അർഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വെറുതെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവർ എന്നെ നോക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കാതെ സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ നിങ്ങളെ ഒന്ന് സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വളരെ ഭാഗ്യത്തിൻ്റെ ഒരു സമയം തന്നെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.